വീട്ടിലോട്ട് പൊക്കോട്ടെ. ആ പൊക്കോ, രാത്രിയാകുന്നതിന് മുമ്പ് വരണം. ജിങ്കിരി ജിങ്കി ജിങ്കിഞ്ഞ. അവളിപ്പം വരും. ഞാൻ അവള് വരുന്നിടം വരെ ഇവിടെ ഇരിക്കട്ടെ. സിംബ ചേട്ടാ, ഞാൻ വന്നു. വാടി വാടി. സിംബ ചേട്ടൻ്റെ അമ്മ എന്തിയെ? അമ്മ അവിടെ ചേമ്പലപ്പം ഉണ്ടാക്കുക. അയ്യോ, നമുക്ക് ചൊറിയത്തില്ലേ ചേമ്പിൽ വെച്ച് അപ്പം ഉണ്ടാക്കിയാല്? ഇല്ല സല്ലമോളെ, സല്ലമോള് വിചാരിക്കുന്ന പോലെ ചൊറിയത്തൊന്നുമില്ല. ഞാനിവിടെ 3 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും എടുത്ത് കുതിരാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ചേമ്പിലയുടെ കട്ടിയുള്ള നാമ്പെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. കണ്ടോ, ഇതാണ് നാമ്പ്. ചേമ്പിലയുടെ അകവും പുറവും നന്നായി വൃത്തിയായി കഴുകിയെടുക്കണം. പിന്നെ ഇതിനാവശ്യമുള്ളത് ഒരു 2 മുറി തേങ്ങ, വറ്റൽമുളക്, വെളുത്തുള്ളി, കായപ്പൊടി. അരിയിട്ടത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. അധികം ഫൈനായിട്ട് അരയ്ക്കണ്ട, കുറച്ച് തരിയൊക്കെ വേണം. ഇനി ഇതും കൂടെ നമുക്ക് അരയ്ക്കാം. എല്ലാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിന് മെയിനായിട്ട് വേണ്ട പുളി നക്ഷത്രപ്പുളിയാണ്. അതില്ലാത്തതുകൊണ്ട് ഞാൻ വാളൻ പുളി എടുത്തു. പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടെ ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് നന്നായി ഇളക്കി വെക്കണം. പുളി കുറച്ചൊന്നുമല്ല, കുറച്ച് കൂടുതൽ എടുക്കണം. ഇനി ആ ഇലയുടെ കട്ടിയുള്ള ഭാഗം ഞാൻ കീറിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് വെച്ചിട്ട് മാവ് തേച്ച് കൊടുക്കണം. അങ്ങനെ ഓരോ ഇലയിലും മാവ് തേച്ച് ഓരോ ഇല അടുക്കി വെച്ച് കട്ടി കൂട്ടി വെക്കല്ലേ, മാറ്റി മാറ്റി ഇങ്ങനെ ഇല വെച്ച്, അല്ലെ പിന്നെ കട്ടിയാവും, മടക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഒരു നിരപ്പിന് നമുക്ക് നമ്മുടെ ഐഡിയ പോലെ അങ്ങ് എടുക്കണം. നിരത്തി വെച്ച് ഉണ്ടോ. അങ്ങനെ ഞാനെല്ലാം ഇങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട്, ഓരോ ചേമ്പില വെച്ച് ഇല ഇങ്ങനെ കൂട്ടി വെച്ച് കൊടുക്കല്ലേ, നിരപ്പിന് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പം നമുക്ക് മടക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ നല്ല നിരപ്പായിട്ടാണ് എല്ലാം തേച്ച് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഓരോ സൈഡിൽ നിന്ന് മടക്കി ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ മാവ് തേച്ച് കൊടുക്കണം. മടക്കി എടുത്ത് എല്ലായിടത്തും മാവ് തേച്ച് കൊടുത്ത് സൈഡ് മടക്കി കൊടുത്തിട്ട് അവിടെയും മാവ് തേച്ച് നമുക്ക് തിരിച്ചിങ്ങനെ വെക്കാം. അവിടെയും മാവ് തേച്ചിട്ട് ഞാൻ കണ്ടോ, ഇതായിരിക്കും റിസൾട്ട്. അങ്ങനെ അത്രയും ഇലയിൽ നിന്നും 4 കിട്ടിയിട്ടുണ്ട്. ഇനി നന്നായി വേവിച്ചെടുക്കണം. അരമണിക്കൂർ വേവിക്കണം. കണ്ടോ, നല്ല രുചിയായിരിക്കും. ഇത് ചെയ്യാൻ അറിയാവുന്നവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചൊറിയത്തുമില്ല. അങ്ങനെ ചേമ്പിലപ്പം എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഓരോ ലെയറായിട്ട് ഇങ്ങനെ എടുക്കാം. വെളിച്ചെണ്ണ നമുക്ക് തിന്നാൽ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും നല്ലതാണ്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാൻ ചേമ്പലപ്പം ഉണ്ടാക്കുന്ന ഇവിടെ നിന്ന് കാണുമായിരുന്നു.